5 ടൺ മെത്താംഫെറ്റമിൻ പിടിച്ചെടുത്ത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. രാജ്യത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ 21,000 കോടി രൂപയിലധികം വില വരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത്. പോർട്ട് ബ്ലെയറിൽ നിന്ന് 150 കിലോമീറ്റർ മാറി ബാരൻ ദ്വീപിനടുത്ത് മത്സ്യബന്ധന ട്രോളറിൽ നിന്നാണ് മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, എന്താണ് അറിയുന്നത്? പൂജ, ഏകദേശം 6,000 കിലോയോളം മെത്തഫെറ്റമിൻ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ കോസ്റ്റ് ഗാർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഈ മയക്കുമരുന്ന് മുഴുവനായിട്ടും ഇന്ത്യയിൽ വിതരണം ചെയ്യാനായിട്ടാണ് കൊണ്ടുവന്നത്. 6 മ്യാൻമർ സ്വദേശികളും പിടിയിലായിട്ടുണ്ട്. 23-ാം തീയതി കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഡോണിയർ വിമാനം ഈ ബാരൻ ദ്വീപിന് സമീപത്ത് പതിവ് പെട്രോളിംഗ് നടത്തുന്ന സമയത്താണ് ഇത്തരത്തിലൊരു മത്സ്യബന്ധന ട്രോളറിന്റെ ഒരു മൂവ്മെന്റ് കണ്ടത്, സംശയാസ്പദമായിട്ടുള്ള നിലയിൽ. അപ്പോൾ തന്നെ ആൻഡമാൻ നിക്കോബാറിൽ പോർട്ട് ബ്ലെയറിലുള്ള കോസ്റ്റ് ഗാർഡിന്റെ ബേസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ആ പരിസരത്തേക്ക് വരികയായിരുന്നു. അങ്ങനെ വ്യോമവും അതുപോലെ തന്നെ വെള്ളത്തിലും ആകാശത്തും സംയുക്തമായി നടത്തിയ ഒരു തിരച്ചിലിനൊടുവിലാണ് ഇത്തരത്തിൽ വലിയ തോതിൽ മയക്കുമരുന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇന്നലെയോടെ തന്നെ പോർട്ട് ബ്ലെയറിലേക്ക് ഈ മത്സ്യബന്ധന ട്രോളർ, അത് കോസ്റ്റ് ഗാർഡ് കെട്ടി വലിച്ചുകൊണ്ട് വരികയായിരുന്നു. അവിടെ കൃത്യമായിട്ട് തിരച്ചിൽ നടത്തിയതും പോർട്ട് ബ്ലെയറിലെ ഈ തുറമുഖത്ത് വെച്ചാണ്. എന്തായാലും 6 മ്യാൻമർ സ്വദേശികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഒപ്പം തന്നെ ഏകദേശം 6,000 കിലോയോളം മെത്തഫെറ്റമിൻ പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ തലസ്ഥാനത്ത് പോർട്ട് ബ്ലെയറിൽ വെച്ച് ഉണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഏകദേശം 24,000 കോടി രൂപ വില വരുന്നതാണ്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.